ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് അച്ചിങ്ങപ്പയർ, സവാള, ഇത് ഞങ്ങളുടെ ഇവിടെ മുന്തൻകായ എന്ന് പറയും. ഇപ്പോൾ നമ്മളിത് തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ളൊരു മുളക് കാച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ പയറും കായും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചത്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വെളുത്തുള്ളിയുടെ ഒക്കെ വില കാരണം നമുക്ക് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പയറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പയറിനകത്ത് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കണമെങ്കിൽ പയർ ആദ്യം തന്നെയല്ല, ഇച്ചിരി വേവ് പയറിനാണ് കായേക്കാളും കൂടുതൽ. അപ്പോൾ ഇത് ഏത്തക്ക അല്ലല്ലോ, ഇത് കറുക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇത് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയറൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ പയറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കായും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല. മുളക് കാച്ചിയത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് പറ്റി വരാനുണ്ട്. കായും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെ വേണം എടുക്കാനായിട്ട്. കായ ഉടഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കായ ആകുമ്പോൾ പെട്ടെന്ന് വേകുന്നതായതുകൊണ്ട് ഈ രീതിയിൽ വേണം ഈ മുളക് കാച്ചിയത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും കണ്ടോ, നമ്മൾ കായും പയറും മുളക് കാച്ചിട്ടുണ്ട്. തൃശ്ശൂർ സ്പെഷ്യലാണിത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം.